എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് ചങ്ങമ്പുഴ രമണനിൽ പാടിയത് മുതുകുളം നെടുമ്പുറത്ത് തറവാട്ടിലെത്തുമ്പോൾ എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം 4-5 ഗജങ്ങൾ മാത്രം എന്ന് മാറ്റി പറയേണ്ടി വരും. അതെ, ഇതൊരു പൂരപ്പറമ്പാണോ എന്ന് തോന്നിക്കുന്ന ഒരു ആനത്തറവാടാണ്. ഒരേ സമയം ഇവിടെ 5-ലേറെ ആനകൾ പരസ്പര സഹായ സഹകരണ സംഘങ്ങളായി നിന്നിട്ടുണ്ട്. ഇപ്പോഴും നിൽക്കുന്നു 5 പേർ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് വാക്കത്തി ഊരി പള്ളയിൽ കുത്തില്ല, ചവിട്ടില്ല, ഉന്തിമറിക്കലില്ല. വേണ്ടാത്ത അലോസരങ്ങളൊന്നുമില്ല. യാതൊരു അലമ്പും തൊഴുമ്പുമില്ലാതെ കുറേ ഡീസൻ്റ് ഗജവീരന്മാരാണ് ഈ 1 ഏക്കർ പറമ്പിൽ അങ്ങനെ നീണ്ട വിശ്രമവേളകൾ ആനന്ദകരമാക്കി നിൽക്കുന്നത്. ആനപ്രേമികൾക്കും ആന വളർത്തുന്നവർക്കുമിടയിൽ മുതുകുളം ഉണ്ണിത്താൻ എന്ന് പരക്കെ പുകഴ്പെറ്റ ശ്രീകൃഷ്ണൻ ഉണ്ണിത്താൻ അവരുടെ ശാന്തഗംഭീരമായ തറവാടാണിത്. ഇവിടേക്ക് ആർക്കും അങ്ങനെ കയ്യും വീശി കയറി വരാനാവില്ല. കഷ്ടി കയ്യിൽ 5-6 ഓലമടലെങ്കിലും കരുതണം. അല്ലെങ്കിൽ ഈ സ്റ്റൈലന്മാർ ഇങ്ങനെ തിരിഞ്ഞു നിന്ന് ഒന്ന് നോക്കും, തുമ്പി ഇളക്കും. ഏതോ ദാരിദ്ര്യവാസിയാണല്ലോ രാവിലെ കയറി വന്നിരിക്കുന്നത് എന്ന് പരസ്പരം പറയും. ഇങ്ങനെ പറയുന്നെന്ന് കരുതി ഇവർ പട്ടിണി കിടക്കുകയാണെന്നൊന്നും ആരും കരുതരുത്. മുതുകുളം ഉണ്ണിത്താൻ പട്ടിണി കിടന്നാലും ഇവയെ ഊട്ടും, വേണ്ട വിധത്തിൽ പരിപാലിക്കും. അതാണ് കഴിഞ്ഞ 40 വർഷത്തിലേറെക്കാലമായി തുടർന്നു വരുന്ന ചിട്ട. പാലകാപ്യം മുനി എഴുതിയ ഹസ്ത്യായുർവേദവും തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസതിനാൽ വിരചിതമായ മാതംഗലീലയും സസൂക്ഷ്മം പഠിച്ച ഒരു ആനസ്നേഹിക്ക് അങ്ങനെയേ പ്രവർത്തിക്കാൻ കഴിയൂ, അങ്ങനെയേ ചിന്തിക്കാനാവൂ. മുതുകുളം ഉണ്ണിത്താൻ എന്ന 78കാരനെയാണ് E4 എലിഫൻ്റ് ഇന്നത്തെ എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നത്. ഗടാകണ്ഠന്മാരായ അനവധി ഗജകേസരികളെ 300-ൽ പരം എപ്പിസോഡുകളിലായി സവിസ്തരം പരിചയപ്പെടുത്തിയ E4 എലിഫൻറ്റിൻ്റെ വലിയ പ്ലാറ്റ്ഫോമിൽ ഇന്ന് ഞങ്ങൾ ഈ ആനസ്നേഹിയെയും ഇദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തിനെയുമാണ് അവതരിപ്പിക്കുന്നത്. അങ്ങ് പഴയ ഒരു ആനോടമസ്ഥനാണ്. അതെ. ഈ പണ്ട് കാലത്തും ഈ കാലത്തും ഇപ്പോൾ നാട്ടാന പരിപാലനം എന്നുള്ള വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്രാവശ്യം ഇക്കാലത്ത് ഈ പുതിയതായിട്ട് നാട്ടാന പരിപാലന നിയമം, കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം, ഇത്തരം പ്രശ്നങ്ങളുടെ വളരെ കർക്കശമായിട്ടുള്ള ഈ നടപടികളും ഇതൊരു വശത്ത്. മറ്റൊരു വശത്ത് പണ്ട് കാലങ്ങളിൽ ഈ ഞാൻ കേട്ടിട്ടുള്ളത് ഒരു 1 ലക്ഷം രൂപയ്ക്ക്, 1 ലക്ഷം രൂപയല്ല, ഒരു 60,000-70,000 രൂപ ഒരു ആനയെ മേടിച്ചു കഴിഞ്ഞാൽ ഈ ആന കൂപ്പിലേക്ക് പണിക്ക് വിടുക. പണിഞ്ഞ് കൂപ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഈ മുടക്ക് മുതൽ, ഈ അന്നത്തെ ആനയുടെ മുടക്ക് മുതൽ ആ കൂപ്പിൽ പണിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ കിട്ടുന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കൂപ്പിലെ പണി കൊണ്ട് തന്നെ കിട്ടത്തില്ല. എഴുന്നള്ളത്തും കൂടെ ആകുമ്പം ഏകദേശം 2 കൊല്ലം കൊണ്ട്, അന്ന് 2 വർഷം മതി മുതൽ മുടക്കി തിരിച്ചു പിടിക്കും. പക്ഷെ അന്ന് ഈ എഴുന്നള്ളത്തിന് ഇത്രയും ഒരു ഏക്കത്തുകയോ ഇല്ല, ഈ ആനകൾക്ക് ഇത്രയും വലിയൊരു പ്രാധാന്യമോ ഉണ്ടായിരുന്നില്ല. അന്ന് പ്രധാനമായും ഉടമസ്ഥന്മാര് കൂപ്പ് പണി തന്നെയാണ് ആശ്രയിച്ചിരുന്നത്, അല്ലേ? ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ 4 ആന നിൽപ്പുണ്ട്. ഒന്ന് ഹരിപ്പാട് മൂടയിൽ ക്ഷേത്രത്തിലെ ആന ഹരികൃഷ്ണൻ, കൊല്ലത്തെ രവിസാറിൻ്റെ വിനോദ്, കാർത്തിക്, പിന്നെ ഇത് ഹരിഗോവിന്ദൻ. അപ്പോൾ ഈ ആനകളെയൊക്കെ എങ്ങനെ ഈ ഉത്സവകാലത്ത് ഇപ്പോൾ ചേട്ടന് ഇപ്പോഴും പ്രോഗ്രാം ഉള്ളത് കൊണ്ടാണ്? അതെ, എനിക്ക് ഉത്സവകാലത്ത് 4 ആനയുടെ പ്രോഗ്രാം കവിഞ്ഞുള്ള ആനകളെ എടുത്ത് പ്രോഗ്രാം നടത്തേണ്ട കാര്യമുണ്ട്. 40 വർഷം കൊണ്ട് എനിക്ക് പ്രോഗ്രാം ആവശ്യം പോലുണ്ട്. പിന്നെ ഞാനൊരു ആന പ്രിയനായിപ്പോയി. വസ്തുക്കൾ വിറ്റ് ആനയെ വാങ്ങിച്ച് നിർത്തിയിരുന്നു. ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് ആനയെ വാങ്ങിക്കുന്ന സാമ്പത്തിക പ്രശ്നം വലുത്, ആനയുടെ ആദ്യം ഞാനൊരു ആനയെ വാങ്ങിക്കുന്നത് ഏഷ്യാഡ് ഗോപിയാണ്. അന്ന് അതിന് 1 ലക്ഷം രൂപ, നാടനാന. അതിന് 1 ലക്ഷം രൂപ. ഏത് വർഷം? 80-ന് മുമ്പ്, 75-ന് ശേഷം 80-നുള്ളിലാണ്. അന്ന് 1 ലക്ഷം എന്ന് പറയുന്നത് വലിയ വില, മോഹവില. അന്ന് ജെവിസാറും ഞാനും വേറെ ചാങ്ങാനിക്കായിട്ട് കുറിപ്പിയായിട്ട് ഞങ്ങൾ 3 പേരും കൂടെ പോയാൽ 3 ആനയെ വാങ്ങിക്കുന്നത്. അന്ന് 1 ലക്ഷം രൂപ ആയിരുന്നു അതിന്.
അത് കഴിഞ്ഞ് ഞാൻ ബീഹാറിൽ പോയി 2 പ്രാവശ്യം സോൺപൂർ മേളയ്ക്ക് പോയിരുന്നു. ഒരു പ്രാവശ്യം ഒരു കൊമ്പനാന എടുത്തു, ഒരു പ്രാവശ്യം ഒരു പിടിയാന എടുത്തു. അവിടെ വളരെ ചീപ്പ് റേറ്റ് കിട്ടി അന്ന്. അത് 81. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് അതിന് കുറച്ച് ലാഭം കിട്ടി, വിറ്റ് കഴിഞ്ഞ് പോയി ആൻഡമാനിൽ പോയി ഒരു മോഴയാന എടുത്തു. ആൻഡമാനി വരുണം എന്നാണ് അതിൻ്റെ പേര്. അതും 3-4 വർഷം എഴുന്നള്ളിച്ചു. അത് ആളുകൾ കണ്ടാൽ അത് കൊമ്പനാനയാന്നേ തോന്നും. തീറ്റ നീളമുണ്ട്, അത് കീപ്പോട്ടല്ല, നേരെ. അങ്ങനെയുള്ള മോഴ വളരെ അപൂർവമാണ്. അത് കൊണ്ട് നഷ്ടമൊന്നും വന്നില്ല. ഒരുപാട് കാശുണ്ടാക്കി തന്നത് മോഴയാന. അത് കഴിഞ്ഞ് മാത്രം പണിക്ക് വിടത്തില്ലായിരുന്നു അതിന്. അത് കഴിഞ്ഞ് മായയാന എന്നും പറഞ്ഞുള്ളതിനെ വാങ്ങിച്ചു, പിടിയാന. അതും ഒരുപാട് എഴുന്നള്ളിച്ച് കിട്ടി. വാങ്ങിച്ചതിൻ്റെ ഇരട്ടി വിലയ്ക്ക് അവിടുത്തെ